ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു മഷ്റൂം ബട്ടർ റൈസ് ആയാലോ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക, കടുക് പൊട്ടിച്ചിട്ട് 2 പച്ചമുളക് ഇടാം. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ, കാരണം നമ്മളിതിൽ കാശ്മീരി ചില്ലി പൗഡറും കുരുമുളകും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വെല്ലുള്ളിയാണ്. ഇത് ഞാൻ കുനുകുന അരിഞ്ഞതാണ് കേട്ടോ. അത് അത്യാവശ്യം വഴണ്ടതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. പിന്നെ നമുക്ക് പൊടികളാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റിയിട്ട് 275 ഗ്രാം മഷ്റൂമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. കൂടെ തന്നെ 1/4 ഭാഗം ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാം, പിന്നെ മല്ലിച്ചപ്പും കൂടി. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ഉള്ളി വഴറ്റുമ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നും ഇടാം കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ 1 കപ്പ് വെള്ളം കേട്ടോ ആഡ് ചെയ്യുന്നത്. എന്നിട്ടത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇത് അവിടെ കിടന്ന് നല്ലോണം തിളക്കട്ടെ. ഇനി ഞാനിത് മഷ്റൂം വേവിക്കുകയാണ് കേട്ടോ. എനിക്കിത് കുക്ക് ചെയ്യാൻ ഏകദേശം 7 മിനിറ്റ്സ് ആണ് കേട്ടോ എടുത്തത്. മഷ്റൂം അങ്ങനെ വല്ലാതെ വെന്തുടയാൻ പാടില്ല. 85-90% മാത്രം കുക്കായാൽ മതി കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഈ സമയത്ത് ഉപ്പ് എരിവൊക്കെ നോക്കി എല്ലാം പാകത്തിലേക്ക് ആക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് ചോറാണ്. എൻ്റേത് സോന മസൂരി റൈസാണ്. നിങ്ങൾക്ക് ബസുമതി റൈസോ ഏത് റൈസ് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ മട്ട അരി എടുക്കരുത് കേട്ടോ. ഇത് 1 കപ്പ് അരിയിൽ 1.25 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ച അരിയാണ് കേട്ടോ. പിന്നെ ഞാനിതിൽ ആഡ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ ആണ് കേട്ടോ. ഒറിഗാനോ ഓപ്ഷണലാണ്, നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിച്ചാൽ മതി. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ റൈസിൻ്റെയും കളർ മാറുന്നവരെ നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ എൻ്റെ മഷ്റൂം ബട്ടർ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ വീണ്ടും കാണാം.